നിങ്ങളുടെ പേഴ്സൻ്റെ യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്താണ്, ഇൻറ്റൻഷൻ എന്താണ് എന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണെന്ന് വിചാരിച്ചാൽ കൂടുതൽ പേർക്കും ഇത് ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനാണ്. പക്ഷേ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ റിയലൈസ് ചെയ്യുന്നത് നിങ്ങളുടെ ഈ സെപ്പറേഷനിൽ അവർ മനസ്സിലാക്കുകയാണ് അവരുടെ യഥാർത്ഥമായിട്ടുള്ള കൗണ്ടർ പാർട്ട് നിങ്ങൾ തന്നെയാണ് എന്നവർ റിയലൈസ് ചെയ്യുന്നുണ്ട്. അവർ നിങ്ങൾ ഒരു ട്വിൻ ഫ്ലെയിം ആണ്, അവരുടെ ട്വിൻ ഫ്ലെയിം ആണ് എന്ന് അവർ റിയലൈസ് ചെയ്യുന്നതായിട്ടാണ് ഇപ്പോൾ അവർ ഫീൽ ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഡെഫിനറ്റ്ലി നിങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന സമയം എങ്ങനെയായിരുന്നു, അവരുടെ ലൈഫിൽ എത്രത്തോളം മാറ്റങ്ങളാണ് ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നത്, അവരുടെ ലൈഫിൽ ഉണ്ടായിരുന്ന പോസിറ്റിവിറ്റീസ് എന്തൊക്കെയായിരുന്നു, യഥാർത്ഥമായിട്ടുള്ള നിങ്ങളുടെ വാല്യൂ എല്ലാം ഈ ഒരു സമയത്ത് ആ വ്യക്തി റിയലൈസ് ചെയ്യുന്നതായിട്ടാണ്, ആ ഒരു ഫീലിങ്സ് ആണ് ഈ ഒരു സമയത്ത് ആ വ്യക്തിയുടെ മനസ്സിലുള്ളത്. ഓക്കെ, ഒരു സ്റ്റെബിലിറ്റി ഈ റിലേഷൻഷിപ്പിലൂടെ അവരുടെ ലൈഫിലും പല കാര്യങ്ങളും സ്റ്റേബിളായി എന്ന് അവരിപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ ലൈഫിൽ ഇല്ലാത്ത ആ ഒരു അവസ്ഥയിൽ അവർക്ക് പുറത്തിറങ്ങാൻ കഴിയുന്നില്ല. ഈ ലോകത്തിനോട് മറ്റാരുമായിട്ടും കോണ്ടാക്ട് ചെയ്യാനോ മറ്റൊരു രീതിയിൽ മറ്റൊരു ജോലിയിലും മറ്റു കാര്യങ്ങളിലും ഒന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യമായിട്ട് അവർക്കിപ്പോൾ ഫീൽ ചെയ്യാണ്. ഓക്കെ, നിങ്ങളുടെ സ്നേഹം, ആ സ്നേഹത്തിൽ അവർക്ക് കൂടുതൽ വിശ്വാസം ഉണ്ടാവുന്ന ഒരു സാഹചര്യമാണ്. നിങ്ങളാണ് അവരുടെ ലൈഫിലെ സോൾമേറ്റ് എന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇവിടെ സോൾമേറ്റ് എനർജി ആണ് എങ്കിൽ കുറച്ച് പേർക്ക് ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആയിട്ടും കാണുന്നുണ്ട്. മേ ബി നിങ്ങൾ തമ്മിൽ ഒരുപാട് പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ടാവാം. ഒരുപാട് ഡീപ്പ് സോൾ ബോണ്ടിങ് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം ഇത്. ഓക്കെ, നിങ്ങളുടെ പ്രണയം യഥാർത്ഥമാണ്. ആ പ്രണയത്തിൽ എത്രമാത്രം വിശ്വാസം അവർക്ക് ഈ ഒരു സമയത്ത് ഉണ്ടാവുന്നു എന്ന് നിങ്ങളും ഈ ഒരു സമയത്ത് മനസ്സിലാക്കുക. അവർക്ക് ഒരുപാട് നിങ്ങളോട് ട്രസ്റ്റ് തോന്നുന്ന സമയമാണിത്. ഓക്കെ, ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ പോലും നിങ്ങളുടെ ആ ഒരു പ്രസൻസ് അവരിപ്പോൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടാവാം. ഓക്കെ, അവരുടെ ലൈഫിൽ അവർക്ക് ഇപ്പോൾ ഒരുപാട് ഇല്യൂഷനാണ്. അവർ എന്തൊക്കെയോ അവരുടെ മനസ്സിൽ ഒരുപാട് ഒരു സാങ്കല്പിക ലോകത്തിലാണ് എന്നവർക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ലൈഫിൽ ഒരു ന്യൂ ബിഗിനിങ് വേണമെന്ന്, അവരിൽ നിങ്ങളോട് ഒരു പുതിയ ഈ ഒരു റീയൂണിയൻ വേണം എന്ന് അവർ ആഗ്രഹിക്കുന്ന ഒരു സമയമാണ്. അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള മറ്റെല്ലാ പ്രശ്നങ്ങളും അവർ മറക്കുന്ന സാഹചര്യമാണ്. അതെല്ലാം ഒരു ഇല്യൂഷനാണ് എന്നവർക്ക് തോന്നിപ്പോകുന്നുണ്ട്. ദാറ്റ് മീൻസ് അവർ എപ്പോഴും നിങ്ങളുടെ പ്രസൻസ് അവരുടെ ലൈഫിൽ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ന്യൂ ബിഗിനിങ് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇത് പലർക്കും ഒരു വൺ സൈഡഡ് ലവ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങളിൽ ഒരാൾക്കാണ് കൂടുതൽ ഡീപ്പ് ഫീലിങ്സ് ഈ വ്യക്തിയോടുള്ളത്. മേ ബി നിങ്ങളുടെ ആ ലൈഫിൽ നിന്ന് മാറിപ്പോയ സമയം മുതൽ ആ വ്യക്തിക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടാവാം. അപ്പോഴാണ് നിങ്ങൾ എത്രമാത്രം ആ വ്യക്തിയെ സ്നേഹിച്ചിരുന്നു എന്ന് ആ വ്യക്തി മനസ്സിലാക്കുന്നത്. ഓക്കെ, നിങ്ങൾ സ്നേഹത്തിന് അർഹയാണ് അല്ലെങ്കിൽ അർഹനാണ് എന്ന് മനസ്സിലാക്കുന്ന തരത്തിലുള്ള ഒരു റിലേഷൻഷിപ്പാണ് ഇത്. നിങ്ങൾക്ക് പരസ്പരം മനസ്സിലാക്കാനുള്ള ഒരു സാഹചര്യം ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് രണ്ടു പേർക്കും ഉണ്ടാവുന്നുണ്ട്. ഈ ഒരു സെപ്പറേഷനിൽ നിങ്ങൾ തമ്മിൽ പരസ്പരം ഒരുപാട് മനസ്സിലാക്കുന്നുണ്ട്. അതായത് ഈ ഒരു ബ്രേക്കിൽ, ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് പോസിറ്റിവിറ്റീസ് ആണ് കൊണ്ടുവരുന്നത് പലർക്കും. എല്ലാവരുടെയും റീഡിംഗ് അല്ല, ഇത് കളക്റ്റീവ് ആയിട്ടുള്ള റീഡിംഗ് ആണ്. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പോസിറ്റീവായിട്ട് എടുത്താൽ മതി. ഓക്കെ, മേക്ക് ദി എഫേർട്ട് അല്ലെ, ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട്, ഒരുപാട് എഫേർട്ട് എടുക്കാനുണ്ട്. നിങ്ങൾ പരസ്പരം ഇതുവരെയും പൂർണ്ണമായും മനസ്സിലാക്കിയിട്ടില്ല എന്ന് മനസ്സിലാവുന്നു. അതുപോലെ തന്നെ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ അവർ നിങ്ങളിലേക്ക് തിരികെ വരാൻ ഒരു ആക്ഷൻ എടുക്കാനുള്ള ചാൻസസ് ഉണ്ട്.
ഇത് വൺ സൈഡ് ലവ് ആയിട്ട് ഉള്ള ആൾക്കാർക്കാണെങ്കിൽ അവർ നിങ്ങളെ പ്രപ്പോസ് ചെയ്യാനും സാധ്യതയുണ്ട്. സിംഗിൾസ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ ലൈഫിൽ ഒരു ന്യൂ ലവ് വരാനുള്ള, അല്ലെങ്കിൽ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങളെ പ്രപ്പോസ് ചെയ്ത് കടന്നു വരാനുള്ള ചാൻസസ് കാണുന്നുണ്ട്. ഓക്കെ, മേ ബി പലർക്കും നിങ്ങളുടെ ലൈഫിലേക്ക് മേ ബി നിങ്ങളുടെ എക്സ് ലവർ ആയിരിക്കാം, അല്ലെങ്കിൽ ന്യൂ ലവ് ആയിരിക്കാം. അത് നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം ആണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ ഒരു ഫ്രീഡം ആ വ്യക്തി ആഗ്രഹിക്കുകയാണ്. മേ ബി ഈ സെപ്പറേഷൻ അവരെ ഒരുപാട് ടൈഡപ്പ് സിറ്റുവേഷനിൽ എത്തിച്ചിട്ടുണ്ടാവാം. ആ ഒരു ടൈഡപ്പ് സിറ്റുവേഷനിൽ നിന്നൊരു ഫ്രീഡം ഈ ഒരു സമയത്ത് ആ വ്യക്തി വളരെ അഗാധമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപാട് അവർ ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു സെപ്പറേഷൻ ഒന്ന് മാറി കിട്ടണമെന്ന്. നിങ്ങൾക്കിടയിൽ ഒരുപാട് കോൺഫ്ലിക്ട്സ് നടന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത്. ഒരു ഇമോഷണൽ ഇംബാലൻസ് നിങ്ങൾ രണ്ടുപേരും ഫേസ് ചെയ്യുന്ന ഒരു സമയം കൂടിയാണ്. ഓക്കെ, ആൻഡ് യെസ്, ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ കാര്യങ്ങളാണോ ഇപ്പോൾ നിങ്ങളുടെ പാസ്റ്റിൽ നടന്നത്, അതെല്ലാം നിങ്ങൾ റിലീസ് ചെയ്യുക. പാസ്റ്റിൽ ഉണ്ടായിട്ടുള്ള ബാഡ് എക്സ്പീരിയൻസുകളെല്ലാം നിങ്ങൾ മറക്കേണ്ടുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ഓക്കെ, അതെ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരുപാട് തിരിച്ചറിവ് നേടുന്നൊരു സമയമാണ്. റിയലൈസ് ചെയ്യുന്നുണ്ട് നിങ്ങൾ അവരുടെ കൂടെ ഉണ്ടായിരുന്ന സാഹചര്യത്തിലാണ് അവരുടെ ലൈഫിൽ എല്ലാ കാര്യങ്ങളിലും ഒരു കംപ്ലീഷൻ ഉണ്ടായിരുന്നത്. അവരുടെ ലൈഫിലുള്ള വെളിച്ചം, അവരുടെ ലൈഫിൽ എന്തൊക്കെയാണോ നിങ്ങളായിരുന്നത്, അവരുടെ ലൈഫിൽ എന്തൊക്കെ ഒരു നെഗറ്റിവിറ്റീസ് ഇപ്പോൾ ഉണ്ടോ, അതിനെല്ലാം ഒരു റീസൺ നിങ്ങളുടെ ആബ്സെൻസ് ആണ് എന്നുള്ള ഒരു അവേക്കനിങ്, ഒരു അവയർനെസ് ഈ ഒരു സമയത്ത് ആ വ്യക്തിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ആ വ്യക്തിയുടെ ട്രൂ ഫീലിങ്സ് നിങ്ങളുടെ സെപ്പറേഷനിലൂടെ ആ വ്യക്തി നിങ്ങളെ ശരിക്കും മനസ്സിലാക്കിയിരിക്കുകയാണ്. നിങ്ങളുടെ സ്നേഹം തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. ഓക്കെ, ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് യൂണിവേഴ്സിൽ നിന്നുള്ള സയൻസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവാം. എസ്പെഷ്യലി വൈറ്റ് ഫെതേഴ്സ് നിങ്ങൾ കാണുന്നുണ്ടാവാം, ഒരു വൈറ്റ് ബട്ടർഫ്ലൈസ് കാണുന്നുണ്ടാവാം. ഇതെല്ലാം ഒരു ട്വിൻ ഫ്ലെയിം എനർജിയാണ്, അല്ലെങ്കിൽ ട്വിൻ ഫ്ലെയിം ജേണിയിലാണ് നിങ്ങളുള്ളത് എന്നുള്ളതിൻ്റെയോ, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോഴുള്ള കറണ്ട് സിറ്റുവേഷനിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു പോസിറ്റീവ് സൈനായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഒരുപാട് ഡിപ്രഷൻ ആ വ്യക്തിക്കുണ്ട്. ഈ ഒരു സമയത്ത് അവർ നിങ്ങളെ മിസ് ചെയ്യുന്നു എന്ന് മാത്രമല്ല, നൈറ്റ് ടൈംസിൽ അവർക്ക് ഒരുപാട് നിങ്ങളുടെ ലൈഫിൽ നിന്ന് അവരുടെ ലൈഫിൽ നിന്ന് നിങ്ങൾ മാറിപ്പോയതോ അല്ലെങ്കിൽ മൂവ് ഓൺ ചെയ്തതിലോ ഒരുപാട് ആ വ്യക്തി സങ്കടപ്പെടുന്നുണ്ട്. മറ്റാരോടും ഷെയർ ചെയ്യാൻ കഴിയാത്ത അത്രയധികം ആഴത്തിൽ ആ വ്യക്തി നിങ്ങളെ ലൈഫിൽ ഒരുപാട് മിസ് ചെയ്യുന്ന ഒരു സാഹചര്യമായിട്ട് കാണുന്നുണ്ട്. അവരൊരുപാട് കരയുന്നുണ്ട്. നിങ്ങളെക്കുറിച്ച് ഓർത്തിട്ടുള്ള മെമ്മറീസിൽ അവർ ഒരുപാട് കരയുന്നുണ്ട്, ഒരുപാട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ,